അപ്പോൾ എല്ലാവർക്കും പത്മയിലേക്ക് സ്വാഗതം. അപ്പോൾ മുല്ല പൂ കൊണ്ട് ഇതുപോലെ ഒരു മാല എങ്ങനെ കെട്ടാമെന്നാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ക്ഷേത്രങ്ങളിൽ കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ കുറച്ചേ എടുത്ത് കെട്ടിയിട്ടുള്ളൂ. നമുക്ക് വലിയ നീളത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിൽ കൊടുക്കാം. പിന്നെ അല്ലാതെ തന്നെ ഇപ്പോൾ വിവാഹത്തിന് അനുബന്ധിച്ചിട്ടൊക്കെ തലയിൽ ചൂടാനായിട്ടൊക്കെ, വധുവിന് തലയിൽ ചൂടാനായിട്ടൊക്കെ ഇങ്ങനെ ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ വധുവിന് മാത്രമല്ല, ഇപ്പോൾ ആർക്കൊക്കെ ഫംഗ്ഷനോ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ കെട്ടി ഉപയോഗിക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, വാഴനാരിലാണ് കെട്ടുന്നത്. അപ്പം നൂലിലും കെട്ടാം, പക്ഷേ വാഴനാര് കെട്ടുന്ന അത്ര സ്ട്രോങ് ആവത്തില്ല നൂലിൽ കെട്ടിയാൽ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവരും കാണണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും രീതിയിലുള്ള മാലകൾ കാണാൻ അല്ലെങ്കിൽ കെട്ടുന്ന രീതി കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് കെട്ടി കാണിക്കാം. ഈ പൂ സ്വല്പം ഒന്ന് വാടിയിട്ടുണ്ട്, എന്തായാലും സാരമില്ല, കെട്ടുന്ന രീതി മനസ്സിലാക്കിയാൽ മതിയല്ലോ. അപ്പോൾ മുല്ലപ്പൂ കൊണ്ട് വേറെ രീതിയിൽ കെട്ടുന്ന രീതി ഞാൻ കാണിക്കാം. അപ്പോൾ ശരി, എല്ലാവർക്കും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ മാല കെട്ടാനായിട്ട് ഇവിടെ നല്ല വിരിഞ്ഞ മുല്ലപ്പൂവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ വാഴനാര് കൊണ്ടാണ് കെട്ടാനായിട്ട് എടുക്കുന്ന നാര്. അപ്പോൾ 2-3 രീതിയിൽ കെട്ടാം. അപ്പോൾ ഇന്ന് ഞാൻ വിരിഞ്ഞത് കൊണ്ട് തന്നെ ഏറ്റവും എളുപ്പം ഹാരം കണക്ക് കെട്ടുന്നതായിരിക്കും. പക്ഷേ തലയിൽ വയ്ക്കുമ്പോൾ സൂക്ഷിച്ച് വയ്ക്കണം, പൊടിയാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ തലയിൽ വയ്ക്കാൻ വേണ്ടി കെട്ടുന്ന ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹാരം കെട്ടുന്ന കണക്ക് കെട്ടുമ്പോൾ അത്യാവശ്യം ശകല നാരിങ്ങനെ വിട്ട ശേഷം നമുക്ക് ഒരു പൂ എടുത്തിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് ഈ നാര് പിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിൻ്റെ മീതെ ഉണ്ടോ ഇങ്ങനെ എടുക്കാം. ഒരിക്കൽ കൂടി അത് കാണിക്കാം. നമ്മളിപ്പോൾ ഒരു നാര് ഇതുവരെ കെട്ടുന്നത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഒരു പൂ കൊണ്ടുവന്ന് ഇവിടെ വെച്ച ശേഷം ഈ നാര് കൊണ്ടുവന്ന് ചുറ്റി ഇതിൻ്റെ മീതെ കൂടി എടുക്കാം. ഉണ്ടോ, ഈ വെച്ച പൂവിൻ്റെ മീതെ കൂടി ഇങ്ങനെ എടുക്കാം. ഇനി വയ്ക്കുന്ന പൂക്കളെല്ലാം ഇതേ രീതിയിൽ തന്നെ അതിൻ്റെ ഇപ്പുറത്തെ വശത്തായിട്ട് ഇങ്ങനെ വയ്ക്കാം. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ഒന്ന് കെട്ടി കാണിക്കാം. അപ്പോൾ വിരിഞ്ഞ പൂവാണത്, നമുക്ക് മറ്റു രീതിയിൽ കെട്ടാൻ പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണിത്. പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ തലയിലൊക്കെ വയ്ക്കാനായിട്ട് കെട്ടാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ കെട്ടാനായിട്ട് എളുപ്പമായിരിക്കും. കണ്ടോ, ഇതിങ്ങനെ വെക്കുന്ന അനുസരിച്ച് ഇത് കറങ്ങി വരും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നാര് കട്ടി കുറവായിരിക്കണം. നമ്മൾ ഈ ചുറ്റുന്ന നാരിന് എപ്പോഴും കട്ടി കുറവായിരിക്കണം. എൻ്റെ നാരിന് കട്ടി കൂടുതലാണ് ശകലം, അത്രയും കട്ടി വേണ്ട. ആദ്യമായിട്ട് കെട്ടുന്നവരാണെങ്കിൽ അത് മാല മുറിഞ്ഞു പോകും. അപ്പോൾ ഇത് കെട്ടാനായിട്ട് ഞാൻ വാഴനാരാണ് ഉപയോഗിക്കുന്നത്. മുല്ലപ്പൂ കെട്ടാൻ എപ്പോഴും വാഴനാരോ നൂലോ ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ക്ഷേത്രങ്ങളിൽ കൊടുക്കാനാണെങ്കിൽ വാഴനാരായിരിക്കും നല്ലത്. അതിൽ ചില നൂലിൽ കെട്ടിയ ചില ക്ഷേത്രങ്ങളിൽ എടുക്കാറില്ല. വാഴനാരിൽ കെട്ടിയാൽ എടുക്കാത്ത ക്ഷേത്രങ്ങളുമുണ്ട്, മുല്ലപ്പൂ തന്നെ എടുക്കാത്ത ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ ആ ക്ഷേത്രത്തിൻ്റെ രീതിയൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മളത് കെട്ടിക്കൊടുക്കാനായിട്ട്. നമ്മളിപ്പോൾ കണ്ടോ, ഇത് ഈ വയ്ക്കുന്ന പൂവ് നമ്മളടുത്ത് നാര് കൊണ്ട് അവിടെ വരുന്നു. പിന്നെ അടുത്ത് ഈ നാരിൻ്റെ മീതെയാണ് അടുത്ത പൂ വയ്ക്കുന്നത്. കണ്ടോ, ഇത് ചുറ്റി നമ്മൾ വീണ്ടും ആ പൂവിൻ്റെ നെട്ടിൻ്റെ മീതെ വരുന്നുണ്ട്. കണ്ടോ, കെട്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എളുപ്പമായിരിക്കും.
അപ്പോൾ ഞാൻ ഇത് കെട്ടി മതിയാക്കാൻ പോവുകയാണ്. ഒരു കാര്യം നമുക്കിപ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഒരു മാലയ്ക്ക് ഒരു പൂ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ കറക്കുമ്പോൾ മാലയ്ക്ക് നീളം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര ഇട്ട് ചുറ്റണ്ടേ എന്നൊരു സംശയം തോന്നും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട, നമുക്കത് വേറൊരു രീതി ചെയ്യാം. മാല നീളം കൂടി വരുന്ന സമയത്ത് നമ്മളിങ്ങനെ വെച്ചിട്ട് വേണ്ട ഇതിനെ കറക്കി ഇവിടെ കൂടെ കൊണ്ടുവന്ന് ഇവിടെ പിടിച്ചാൽ എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ കറക്കി ഇങ്ങെടുത്താൽ മതി. ഇങ്ങനെ അപ്പോൾ ഇത് കെട്ടി അവസാനിപ്പിച്ചിട്ട് നമുക്ക് നാല് എവിടെ വെച്ചാണ് ആവശ്യമുള്ളത് അവിടെ വെച്ച് ഇത് വലിച്ച് ടൈറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ക്ഷേത്രങ്ങളിലേക്ക് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഈ പൂവ് ശകലം ഒന്ന് വാടിയിട്ടുണ്ട്. ക്ഷേത്രങ്ങളിലേക്ക് മാത്രമല്ല, നമുക്ക് ഈ കല്യാണത്തിന് ഈ വധുവിൻ്റെ തലമുടിയിൽ ഇങ്ങനെ ചൂടാനായിട്ടൊക്കെ ഇത്തരം മാലകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഈ മാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.